പണ്ട് കേരളത്തിൽ ഹിറ്റായ പല മലയാള സിനിമകളും തമിഴിലേക്കൊക്കെ റീമേക്ക് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവിടെയുള്ള ആൾക്കാർ അധികം മലയാള സിനിമകൾ കാണാറില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ അവരുടെ സിനിമകൾ കളിക്കുന്ന തിയേറ്ററിനേക്കാൾ കൂടുതൽ തിരക്ക് അവിടുത്തെ മലയാള സിനിമകൾ കളിക്കുന്ന തിയേറ്ററിൽ കാണുന്നുണ്ട്. അയൽ സംസ്ഥാനക്കാർ മാത്രമല്ല, ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള സിനിമാ പ്രേമികൾ, പ്രത്യേകിച്ച് OTT വന്നതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ മലയാള സിനിമയുടെ കണ്ടന്റും മേക്കിംഗ് സ്റ്റൈലും ക്വാളിറ്റി എല്ലാം കണ്ട് മലയാള സിനിമയുടെ ഫാൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ സിനിമയുടെ ഫേസ് ആയിട്ട് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സുവർണകാലാണോ? നമുക്ക് നോക്കാം. Malayalam film industry is going to another level. I'm excited to see the other films that are coming. ഇന്നത്തെ മലയാള സിനിമ സുവർണകാലത്തിലാണോ എന്നറിയാൻ മലയാള സിനിമയുടെ ഇതുവരെയുള്ള നാൾ വഴിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. 1970കളിലാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമാ വേവ് ഉണ്ടാവുന്നത്. ആ കാലയളവിൽ പതിവ് മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും ഒരുപോലെ പ്രശംസ നേടിയ സ്വയംവരം, ഉത്തരായനം, നിർമാല്യം, കാഞ്ചനസീത പോലുള്ള മികച്ച മലയാള സിനിമകളും 70കളിൽ ഉണ്ടായി. അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ഒക്കെ ആയിരുന്നു അന്നത്തെ ന്യൂ ജനറേഷൻ മലയാളം സിനിമാ വേവിന് തുടക്കം കുറിച്ചുണ്ടായിരുന്നത്. MT വാസുദേവൻ നായർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത് ഒരുപാട് നാഷണൽ അവാർഡുകളെല്ലാം വാരി കൂട്ടിയ നിർമാല്യം പിന്നീട് കമലഹാസനെ വരെ സിനിമയിലേക്ക് വരാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സിനിമകൾ ആർട്ട് സിനിമകളായിട്ട് കൺസിഡർ ചെയ്ത് പലപ്പോഴും മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തലായിരുന്നു പതിവ്. അതായത് ആർട്ട് സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ എന്നിങ്ങനെ രണ്ട് വിഭാഗം സിനിമകൾ 1970കളിൽ മലയാളത്തിൽ ഉണ്ടായി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 1980കൾ അടയാളപ്പെടുത്തുന്നത് അന്നത്തെ മലയാള സിനിമയുടെ സുവർണകാലമായിട്ടാണ്. അതുവരെ കൊമേഴ്ഷ്യൽ സിനിമകളൊന്നും ആർട്ട് സിനിമകളൊന്നും രണ്ട് വിഭാഗത്തിലുള്ള സിനിമകൾ എടുത്തുകൊണ്ട് നടന്ന കാലത്ത് അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഇന്നത്തെ മലയാള ന്യൂ ജനറേഷൻ സിനിമകൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആയ സിനിമകൾ എടുത്ത 3 സംവിധായകന്മാർ അന്നത്തെ മലയാള സിനിമയിൽ ഉണ്ടായി. ഭരതൻ, പത്മരാജൻ, KG ജോർജ്. ആർട്ടിസ്റ്റിക് ക്രിയേറ്റീവ് ഫ്രീഡം ഉപയോഗിച്ചും കൊമേഴ്ഷ്യൽ സിനിമകൾ ഉണ്ടാക്കാന്ന് ഇവർ മലയാള സിനിമാ ലോകത്തെ പഠിപ്പിച്ചു. പ്രണയം, ലൈംഗികത തുടങ്ങി അന്ന് പലരും പറയാൻ പഠിച്ച പക്ഷെ മനുഷ്യരുടെ അടിസ്ഥാന വികാരങ്ങളെ അടക്കം സിനിമയിൽ പകർത്തി വളരെ മൈന്യൂട്ടായ ഡീറ്റെയിലിംഗ് എല്ലാം നോക്കിയെടുക്കുന്ന ഇവരുടെ സിനിമയിലൂടെ മലയാള സിനിമയുടെ ക്വാളിറ്റി ഇന്റർനാഷണൽ നിലവാരത്തിൽ എത്തിക്കാൻ, അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കാൻ ഇവർക്കായി. 1980കളുടെ രണ്ടാം പകുതിയിൽ കോമഡി സിനിമകളും റിവെഞ്ച് ആക്ഷൻ സിനിമകളും അതുപോലെ തന്നെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇറങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിലും ഹിറ്റ് ആയതോടെ അതിന്റെ ചുവട് പിടിച്ച് 1990കളിലും ഇതേ ട്രെൻഡ് തന്നെ തുടർന്നു. ഷാജി കൈലാസും ജോഷിയും 1990കളിൽ മലയാള സിനിമയെ ആക്ഷൻ ഹീറോ സിനിമാ സംസ്കാരത്തിലേക്ക് എത്തിച്ചു. പക്ഷെ ഈ കാലയളവിൽ മിക്കവാറും ഡയറക്ടേഴ്സ് എല്ലാം അവരുടെ മുമ്പ് വിജയിച്ച സിനിമകളുടെ അതേ ഫോർമാറ്റ് ആണ് അടുത്ത സിനിമകളിലും ഫോളോ ചെയ്തത്. അതിൽ മിക്കവാറും സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയങ്ങളും ആയതുകൊണ്ട് കാര്യമായ ക്രിയേറ്റീവ് ഐഡിയകളൊന്നും മലയാള സിനിമയിൽ ആ കാലയളവിൽ അധികം പരീക്ഷിക്കപ്പെട്ടില്ല. മതിലുകൾ, വിധേയൻ, കമലദളം, ഭൂതക്കണ്ണാടി, ദേവാസുരം, മൺചിത്രത്താഴ്, കളിയാട്ടം, സ്ഫടികം, വാസ്തുഹാര, അമരം, പെരുന്തച്ചൻ, ഞാൻ ഗന്ധർവൻ, ഭരതം തുടങ്ങിയ മികച്ച സിനിമകളും 1990കളിൽ ഉണ്ടായി. 2001 കേരളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്ത മോഹൻലാലിന്റെ നരസിംഹം ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. ഷാജി കൈലാസ്, ജോഷി തുടങ്ങിയവർ 1980ൽ തുടങ്ങി വെച്ച മലയാള സിനിമയിലെ ഹീറോ വർഷിപ്പ് സിനിമാ സംസ്കാരത്തിന്റെ പീക്കിലേക്ക് മലയാള സിനിമയെ കൊണ്ടെത്തിച്ചു. അതിനുശേഷം മലയാള സിനിമ പൂർണ്ണമായും തന്നെ തമിഴ്, തെലുങ്ക് സിനിമകളുടെ ചുവട് പിടിക്കുന്നതാണ് സിനിമാ പ്രേമികൾ പിന്നീട് കണ്ടത്. അതോടെ മലയാളത്തിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നത് വളരെ കുറഞ്ഞു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഹീറോയിസം കാണിക്കാൻ വേണ്ടി മാത്രം സിനിമകൾ എടുക്കുന്ന ഡയറക്ടേഴ്സ് ഒരുപാടുണ്ടായി. ഇത്തരത്തിലിറങ്ങിയ പല മാസ് മസാല സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായ വിജയം നേടിയെങ്കിലും സിനിമകളുടെ വിഷയത്തിലോ തീമിലോ ഫിലിം മേക്കിങ്ങിലോ ഒന്നും കാര്യമായ ഒരു പരീക്ഷണങ്ങളും നടക്കാത്ത കാലഘട്ടമായിരുന്നു 2000 മുതൽ 2010 വരെയുള്ള വർഷങ്ങൾ. സൂപ്പർ താരങ്ങളുടെ സിനിമകൾ മാത്രം വലിയ വിജയമാകുന്ന ഒരവസ്ഥ വരെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായി. ക്ലാസ്മേറ്റ്സ്, സ്വപ്നക്കൂട്, നന്ദനം പോലത്തെ കുറച്ച് സിനിമകൾ അതിന് അപവാദമായിട്ടുണ്ടെങ്കിലും കാഴ്ച, പെരുമഴക്കാലം, മേഘമൽഹാർ പോലത്തെ കുറച്ച് നല്ല സിനിമകളും ഈ കാലയളവിൽ ഉണ്ടായി. ഈ കാലയളവിലാണ് അന്യഭാഷാ സിനിമകൾ മലയാള സിനിമകൾക്ക് ഒരു ഭീഷണിയായിട്ട് തന്നെ കേരളത്തിൽ തരംഗമാവാൻ തുടങ്ങിയത്. മൊഴി മാറി എത്തിയ സിനിമകളും തമിഴ് സിനിമകളും എല്ലാം കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മെജോറിറ്റി വരുന്ന മലയാളം സിനിമകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് മലയാളികൾ മലയാള സിനിമകളെക്കാൾ മറ്റു ഭാഷയിലെ സിനിമകൾ കാണാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ മലയാള സിനിമ അതിന്റെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് 2011 മലയാള സിനിമയ്ക്ക് പുതിയൊരു ഊർജ്ജമായിട്ട് രാജേഷ് പിള്ള ഡയറക്ട് ചെയ്ത് ട്രാഫിക്കും ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത് സാൾട്ട് ആൻഡ് പെപ്പറും ഇറങ്ങുന്നത്. വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഫിലിം മേക്കിംഗിൽ നിന്നും മാറി പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്ന സിനിമകൾ, പഴയ സ്റ്റൈലിലുള്ള സിനിമകൾ കണ്ടുമെടുത്ത സിനിമാ പ്രേമികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു മലയാളത്തിലെ ന്യൂ ജനറേഷൻ ഫിലിം മേക്കിങ്ങിലേക്കുള്ള തുടക്കം. ഇറങ്ങുന്ന സിനിമകളിലെല്ലാം എങ്ങനെയൊക്കെ പുതിയ തരത്തിലുള്ള ഫിലിം നരേഷൻ, എങ്ങനെ പുതിയ തരത്തിലുള്ള ഫിലിം മേക്കിംഗ് കൊണ്ടുവരാം എന്ന് പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം മത്സരിച്ച് നമുക്ക് കാണിച്ചു തന്നു. അഭിനയിക്കുന്നത് സൂപ്പർ താരമാണെന്ന് നോക്കാതെ സിനിമയുടെ കണ്ടന്റ് മാത്രം നോക്കി നല്ല സിനിമയാണോ മോശ സിനിമയാണോ എന്ന് മാത്രം നോക്കി മലയാളികൾ സിനിമ കാണാൻ തുടങ്ങി. അങ്ങനെ നല്ല സിനിമകൾ കണ്ട് ജയിപ്പിക്കാൻ തുടങ്ങി. ഇത് ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സിന് ഓരോ സിനിമകളും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും ആർട്ടിസ്റ്റിക് ഫ്രീഡം ഉപയോഗിക്കാനൊക്കെ ഉള്ള ധൈര്യം കൊടുത്തു.
2010 മുമ്പത്തെ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കും സൂപ്പർ സംവിധായകന്മാരിൽ പലർക്കും 2010 ശേഷം ഉണ്ടായ ഈ ന്യൂജൻ മലയാള സിനിമാ വേവിയിൽ അടിപതറി. സ്പിരിറ്റ്, റൺ ബേബി റൺ, ദൃശ്യം തുടങ്ങിയ സിനിമകളിലൂടെ ന്യൂ ജനറേഷൻ സിനിമകളിലേക്ക് വഴി മാറി എന്ന് തോന്നിപ്പിച്ചെങ്കിലും 2013 ശേഷം മോഹൻലാലിന്റെ ലൂസിഫർ, പുലിമുരുകൻ സിനിമകൾക്ക് മാത്രമാണ് 2020 വരെ തിയേറ്ററിൽ ആൾക്കാരെ കൂട്ടാനായത്. ആദ്യകാലത്ത് ന്യൂജൻ സിനിമകളോടൊപ്പം സഞ്ചരിക്കാൻ പാടുപെട്ട മമ്മൂട്ടി എന്നാൽ 2020 അടുത്തെത്തിയപ്പോഴേക്കും മാറിയ മലയാള സിനിമയുടെ ട്രെൻഡ് മനസ്സിലാക്കി പതുക്കെ സിനിമാ സെലക്ഷനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുവർണ്ണകാലം 2010 മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ഇറങ്ങുന്ന സിനിമകൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമകൾ മറ്റു സംസ്ഥാനങ്ങളിലെ തിയേറ്ററിൽ പോലും മലയാളികളെ അല്ലാതെ മറ്റു ഭാഷക്കാരെ അധികം ആകർഷിക്കാറുമില്ല. എന്നാൽ 2020 ലോക്ക്ഡൌൺ വന്നതും OTT പ്ലാറ്റ്ഫോമുകൾക്ക് പോപ്പുലാരിറ്റി കൂടിയതുമെല്ലാം മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ആമസോൺ പ്രൈമിൽ റിലീസായത്. ആമസോൺ പ്രൈം സിനിമ ഓൾ ഇന്ത്യ ലെവലിൽ പ്രൊമോട്ട് ചെയ്തപ്പോൾ ലോക്ക്ഡൌൺ ആയി വീട്ടിൽ ചുമ്മാ ഇരുന്ന കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും സിനിമ കണ്ടു. സിനിമ കണ്ടെന്ന് മാത്രമല്ല, മലയാള സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന്, മലയാള സിനിമ എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാകാനും തുടങ്ങി. ബോളിവുഡിലെയും തെലുങ്കിലെയും തമിഴിലെയും ഒക്കെ ഫിലിം മേക്കേഴ്സ് ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ഒരു ഫ്ലാറ്റിൽ ഷൂട്ട് ചെയ്ത സി യു സൂൺ എന്ന സിനിമ OTTയിൽ ഇറക്കി മലയാള സിനിമ വീണ്ടും ഇന്ത്യൻ സിനിമാ പ്രേമികളെ ഞെട്ടിച്ചു. ജോജി, മിന്നൽ മുരളി, ഭൂതകാലം, ദൃശ്യം 2 പോലുള്ള സിനിമകളും തിയേറ്ററിൽ ആൾക്കാർ വരുന്നതിന് മുമ്പ് OTTയിലൂടെ ഇന്ത്യയിലെമ്പാടുള്ള സിനിമാ പ്രേമികൾ കണ്ടു. ബേസിൽ ജോസഫിന്റെ സൂപ്പർ ഹീറോ മൂവി മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട നോൺ ഇംഗ്ലീഷ് കണ്ടന്റ് ആയി. അതോടെ കേരളത്തിന് പുറത്ത് മലയാള സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാവാൻ തുടങ്ങി. ഒരുപാട് പേർ മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, മലയാള സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഫിലിം മേക്കേഴ്സ് ക്വാളിറ്റി സിനിമകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ, ഡിഫറെന്റ് മേക്കിംഗ് സ്റ്റൈലുകൾ പരീക്ഷിക്കാൻ കൂടുതൽ ധൈര്യം കാണിക്കാൻ തുടങ്ങിയപ്പോൾ മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളടക്കം ന്യൂജൻ സിനിമകൾക്കൊത്ത് തങ്ങളുടെ അഭിനയം പൂർണ്ണമായും പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വിജയിക്കാനായില്ലെങ്കിലും മലൈക്കോട്ടെ വാലിബലിലൂടെ മോഹൻലാലും ആ ഒരു പ്രതീക്ഷയാണ് നൽകുന്നത്. മലയാള സിനിമയുടെ മുഖം മാറിയതോടെ ഇന്ന് OTTയിൽ മാത്രമല്ല, മലയാള സിനിമ കളിക്കുന്ന തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണാനും മറ്റു ഭാഷക്കാർ റെഡിയാണ്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് കേരളത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഹിന്ദി ചാനലായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. തമിഴ് സിനിമ കളിക്കുന്ന തമിഴ്നാട് തിയേറ്ററുകളിൽ സീറ്റ് കാലിയായി കിടക്കുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിറഞ്ഞ സദസ്സിൽ തമിഴ് സിനിമ പ്രേമികളുടെ മനസ്സ് കീഴടക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒരേ മനസ്സോടെ പറയാണ്, മലയാള സിനിമ കണ്ടുപഠിക്കൂ, മലയാളം ഫിലിം മേക്കേഴ്സിനെ കണ്ടുപഠിക്കൂ. நம்ம சினிமால வந்து அப்படியே மாசு ஃபைட்டு குத்து அதெல்லாம் இல்லை, இங்க வந்து ஒரு ஃப்ளோல கூட்டு போறாங்க. കാരണം ഇതുപോലെ നല്ല കണ്ടന്റുകളും മികച്ച സിനിമാനുഭവങ്ങളും ഒക്കെ തരുന്ന സിനിമകൾ അപൂർവമായിട്ടാണ് എപ്പോഴെങ്കിലാണ് ഇന്ത്യൻ സിനിമകളിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ മലയാള സിനിമയിൽ ഇന്നതൊരു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല സിനിമ എന്ന് ഇന്ത്യക്ക് പുറത്ത് ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ സിനിമ ചിലപ്പോൾ നാളെ അറിയപ്പെടാൻ പോകുന്ന കൊറിയൻ സിനിമകൾ ഇന്ന് ലോകം അറിയപ്പെടുന്നത് പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമകൾ എടുക്കുന്ന മലയാള സിനിമയുടെ പേരിലായിരിക്കും. പഴശ്ശിയുടെ യുദ്ധം അല്ല, മലയാള സിനിമയുടെ തേരോട്ടം ലോക സിനിമ കാണാൻ പോകുന്നേയുള്ളൂ. ഇത് മലയാള സിനിമയുടെ സുവർണ്ണകാലാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സായ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.